ഇന്ന് ഞാൻ സംസാരിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ മാജിക് ഷോയെ കുറിച്ചാണ്. പിണറായി സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ദേവസ്വം ബോർഡ് അരങ്ങു തകർക്കുന്ന SIT വെറും കാഴ്ചക്കാരായി നിൽക്കുന്ന ശബരിമല സ്വർണ്ണ മാജിക്. സാധനം വിഗ്രഹത്തിലുണ്ട്, പക്ഷേ തൊടുമ്പോൾ അത് ചെമ്പാകും. ദ്വാരപാലകരുടെ കയ്യിൽ സ്വർണമുണ്ട്, പക്ഷേ ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ അത് വെറും തകിടാണ്. ഇതിനെയാണല്ലോ നമ്മൾ ശാസ്ത്രീയ അന്വേഷണം എന്ന് വിളിക്കുന്നത്. ആദ്യം നമുക്ക് ഈ ദേവസ്വം ബോർഡിനെ ഒന്ന് നോക്കാം. സ്വന്തം വിജിലൻസ് കുറെ പേരെ പിടികൂടി ലിസ്റ്റ് കൊടുത്തു, പക്ഷേ SIT വന്നപ്പോൾ ആ ലിസ്റ്റ് എവിടെയോ പോയി. ബോർഡിലെ ഉന്നതരെ തൊട്ടാൽ കൈ പൊള്ളുമെന്ന് ആർക്കാണ് ഇത്ര പേടി? ഭക്തർ നൽകുന്ന കാണിക്കേണ്ട 100 പേരുണ്ട്, പക്ഷേ സ്വർണം കൊണ്ടുപോകുമ്പോൾ ആരും കണ്ടില്ല, ക്യാമറയില്ല, സെക്യൂരിറ്റി ഇല്ല. അതെ, അയ്യപ്പൻ എല്ലാം നോക്കിക്കോളും എന്നാണല്ലോ വിശ്വാസം. പക്ഷേ കള്ളന്മാർക്ക് അത് വലിയൊരു ആശ്വാസമായി പോയി. ഭക്തർ നൽകുന്ന ഓരോ രൂപയും എണ്ണാൻ 100 പേരുണ്ട് അവിടെ. പക്ഷേ വിഗ്രഹത്തിലെ സ്വർണവും ദ്വാരപാലകരുടെ കയ്യിലെ പൊന്നും കള്ളൻ കൊണ്ടുപോകുമ്പോൾ ഇവർ ഉറക്കത്തിലായിരുന്നു. സ്വന്തം വിജിലൻസ് വിഭാഗം തെളിവ് സഹിതം കുറ്റവാളികളെ കാണിച്ചു കൊടുത്തിട്ടും അവരെ സംരക്ഷിക്കാൻ ബോർഡ് കാണിക്കുന്ന താല്പര്യം അത്ഭുതകരമാണ്. ബോർഡിലെ ഉന്നതർ അറിയാതെ ഈ വലിയ കൊള്ള നടക്കില്ലെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? അഴിമതിയുടെ ആസ്ഥാനമായി ബോർഡിനെ മാറ്റിയ എടുത്തു പറയേണ്ട ചില മാന്യന്മാർ ഇപ്പോഴും അവിടെ സുഖമായി ഇരിക്കുകയാണ്. ഭഗവാന്റെ സ്വത്ത് കാക്കാൻ ഏൽപ്പിച്ചവർ തന്നെ അത് മോഷ്ടിക്കാൻ കൂട്ടുനിൽക്കുന്നത് ഇതിലും വലിയ എന്ത് അധർമ്മമാണുള്ളത്? ഇനി നമ്മുടെ മിടുക്കരായ SIT ഉദ്യോഗസ്ഥരെ നോക്കൂ. ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ജനം വിചാരിച്ചു കള്ളന്മാർ അകത്താകുമെന്ന്. പക്ഷേ ഇവർ ഇപ്പോൾ പ്രതികളുടെ വക്കീലിന്റെ പണിയാണ് എടുക്കുന്നത്. കുറ്റപത്രം നൽകാതെ മാസങ്ങൾ നീട്ടിക്കൊണ്ടുപോയി പ്രതികൾക്ക് ജാമ്യം വാങ്ങിക്കൊടുക്കുന്ന ഈ വിദ്യ ഏത് ട്രെയിനിങ്ങിലാണ് പഠിച്ചത്? VSSCയിലെ റിസൾട്ട് വരാനുണ്ടെന്ന സ്ഥിരം പല്ലവി കേട്ട് മടുത്തു. സ്വർണത്തിന്റെ സാമ്പിൾ എടുത്തു പോയവർ തിരിച്ചു വരാൻ വഴി മറന്നുപോയോ? അന്വേഷണം വൈകിപ്പിച്ച തെളിവുകൾ നശിപ്പിക്കാൻ പ്രതികൾക്ക് സമയം അനുവദിച്ചു കൊടുക്കുന്ന ഈ സംഘത്തെ അന്വേഷണ സംഘം എന്ന് വിളിക്കണോ അതോ പ്രതി സംരക്ഷണ സംഘം എന്ന് വിളിക്കണോ? നമ്മുടെ ഹീറോകൾ, അതായത് പ്രതി പട്ടികയിലുള്ള മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാരും എക്സിക്യൂട്ടീവ് ഓഫീസറും, ഇവർ ജയിലിൽ കിടന്ന് വിയർക്കുമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അന്വേഷണ സംഘത്തിന്റെ ദയ കൊണ്ട് ഇവർ ഇപ്പോൾ നാട്ടിൽ വിലസി നടക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങൾ കൂടെയുണ്ടെന്ന ധൈര്യത്തിൽ ഇവർ തെളിവുകൾ ഓരോന്നായി ഇല്ലാതാക്കുകയാണ്. ദേവസ്വം ബോർഡിലെ തമ്പുരാക്കന്മാരുടെ അനുഗ്രഹമുള്ളിടത്തോളം കാലം തങ്ങളെ ആരും തൊടില്ലെന്ന് ഇവർക്ക് നന്നായി അറിയാം. പക്ഷെ ഇവർ മറന്നുപോകുന്ന ഒന്നുണ്ട്. നിയമത്തിന്റെ പഴുതുകൾ നോക്കി പുറത്തിറങ്ങിയാലും ജനങ്ങളുടെ കോടതിയിലും അയ്യപ്പന്റെ കോടതിയിലും ഇവർക്ക് മറുപടി പറയേണ്ടി വരും. 4 മാസമായിട്ടും ഒരു കുറ്റപത്രം കൊടുക്കാൻ പറ്റിയില്ല. അതിനവർ പറയുന്ന ന്യായം കേട്ടാൽ വിക്രം സാരാഭായ് സ്പേസ് സെന്റർ വരെ ഞെട്ടും. സ്വർണത്തിന്റെ സാമ്പിൾ പരിശോധിക്കാൻ അയച്ചിരിക്കുകയാണത്രേ. ചന്ദ്രയാൻ അയക്കാൻ എടുക്കുന്ന അത്രയും സമയം വേണോ സാറേ ഒരു മോതിരത്തിന്റെ മാറ്ററിയാൻ? പ്രതികൾ ഓരോരുത്തരായി ജാമ്യം കിട്ടി പുറത്തിറങ്ങുകയാണ്. പോലീസുകാർ അവർക്ക് ചായയും ബിസ്ക്കറ്റും കൊടുത്ത് യാത്രയാക്കുന്നു. കുറ്റപത്രം വൈകിക്കുന്നത് ഒരു തന്ത്രമാണ്. സ്വാഭാവിക ജാമ്യം എന്ന ആ പഴുതിലൂടെ പ്രതികളെ സേഫായി പുറത്തെത്തിക്കാനുള്ള ഉന്നതതല സ്കെച്ച്. ഈ ഭരണകൂടത്തിന്റെ തലവനെ ഒന്ന് നോക്കാം. കടലിരുമ്പുന്ന വേദിയിൽ ഇരട്ടച്ചങ്കോടെ പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്ക് ശബരിമലയിലെ സ്വർണം ഉരുകിപ്പോയ വാർത്ത കേട്ടപ്പോൾ ശബ്ദം പുറത്തു വരുന്നില്ല. ശബരിമലയിൽ ആചാരം ലംഘിക്കാൻ നവോത്ഥാന നായകർക്ക് പോലീസ് അകമ്പടി നൽകിയ ആ ഒരു ആവേശം ഈ കൊള്ളക്കാരെ പിടിക്കാൻ എന്തേ കാണിക്കുന്നില്ല? അഴിമതിക്കാരെ വെച്ചുറപ്പിക്കില്ല എന്ന സ്ഥിരം ഡയലോഗ് ഈ കേസിൽ മാത്രം കേൾക്കുന്നില്ല. തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഭക്തരുടെ വോട്ട് വേണം. പക്ഷേ ഭക്തർ നൽകിയ സ്വർണം കള്ളം കൊണ്ടുപോകുമ്പോൾ മുഖ്യമന്ത്രിക്ക് അത് വെറും സാങ്കേതിക പ്രശ്നം മാത്രം. ഈ മൗനം കുറ്റവാളികൾക്കുള്ള പച്ചക്കൊടിയല്ലേ? ഈ കേസിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ പ്രതികൾ ജാമ്യം നേടി പുറത്തിറങ്ങുന്നത് അവരുടെ നിരപരാധിത്വം തെളിയിച്ചിട്ടല്ല, മറിച്ച് നമ്മുടെ അന്വേഷണ സംഘത്തിന്റെ മനഃപൂർവ്വമായ മന്ദത കൊണ്ടാണ്. നിയമത്തിൽ ഒരു പഴുതുണ്ട്. നിശ്ചിത സമയത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കും. ഇത് കൃത്യമായി അറിയാവുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ കുറ്റപത്രം ഫയലിൽ ഉറക്കിക്കെടുത്തി പ്രതികൾക്ക് പുറത്തിറങ്ങാൻ ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. കേസിലെ 1-ാം പ്രതിയും 2-ാം പ്രതിയും ഒക്കെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർമാർ ഇപ്പോൾ ജയിലിൽ പുറത്താണ്. സുവർണ വിഗ്രഹങ്ങളിലും ദ്വാരപാലക ശില്പങ്ങളിലും സ്വർണത്തിനു പകരം പിച്ചള കയറ്റാൻ ഒത്താശ ചെയ്തവർ എന്ന് ആരോപിക്കപ്പെടുന്ന ഇവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയത് തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ്. അന്വേഷണ സംഘം ഇവരെ ചോദ്യം ചെയ്തോ അതോ ചായ കുടിപ്പിച്ച് വിട്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇവർ പുറത്തിറങ്ങിയതോടെ കേസിനാസ്പദമായ പല നിർണായക തെളിവുകളും ഇല്ലാതാക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ശബരിമലയിലെ കാര്യങ്ങൾ കൃത്യമായി നിയന്ത്രിക്കേണ്ട എക്സിക്യൂട്ടീവ് ഓഫീസറും ഇപ്പോൾ ജാമ്യത്തിലാണ്. സ്വർണം ഉരുകിപ്പോയത് ഇവരൊന്നും അറിഞ്ഞില്ലെന്ന് വിശ്വസിക്കാൻ മലയാളികൾ അത്ര വിഡ്ഢികളല്ല. ഉന്നത തലത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ചാണ് ഇവർ ഓരോരുത്തരും പുറത്തിറങ്ങുന്നത്. ഒരു സാധാരണക്കാരൻ ഒരു ചെറിയ മോഷണം നടത്തിയാൽ
മാസങ്ങളോളം ജയിലിൽ കിടത്താൻ ഉത്സാഹം കാണിക്കുന്ന പോലീസ് കോടികളുടെ സ്വർണം കൊള്ളയടിച്ച ഈ മാന്യന്മാരുടെ കാര്യത്തിൽ മാത്രം മെല്ലെപ്പോക്ക് നയം സ്വീകരിക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ള കേസിൽ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത് ശബരിമല തന്ത്രി കണ്ഠര് രാജീവർക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുമെതിരെയാണ്. വെറും ഒരു അഴിമതിയല്ല, മറിച്ച് തന്ത്രിയുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒത്താശയോടെ നടന്ന വലിയൊരു ഗൂഢാലോചനയാണ് ഇതെന്ന് ഭക്തർ സംശയിക്കുകയാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഇവർ രണ്ടുപേരും മുൻകൂർ ജാമ്യത്തിനായുള്ള ശ്രമങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെയും കട്ടിളപ്പാളികളിലെയും സ്വർണം ഉരുകിപ്പോകുമ്പോഴോ പിച്ചളയായി മാറിക്കൊണ്ടിരിക്കുമ്പോഴോ ഇതൊന്നും തന്ത്രി അറിഞ്ഞില്ല എന്ന് പറയുന്നത് ആർക്കും വിശ്വസിക്കാൻ കഴിയില്ല. സ്വർണത്തിന്റെ മാറ്ററിയാൻ തന്ത്രിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കാണത് സാധിക്കുക? ഇപ്പോൾ അറസ്റ്റ് ഭയന്ന് മുൻകൂർ ജാമ്യത്തിനായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നത് എന്തിനെ ഭയന്നിട്ടാണ്? കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അന്വേഷണത്തെ നേരിടാൻ എന്തിനാണ് ഇത്ര മടി? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാര്യവും സമാനമാണ്. ശ്രീകോവിലിനുള്ളിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി അറിയാൻ കഴിയുന്ന വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ ഈ കൊള്ള നടക്കുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുകയായിരുന്നു? അന്വേഷണം മുറുകുമ്പോൾ മുൻകൂർ ജാമ്യത്തിന് പിന്നാലെ പായുന്നത് സത്യം പുറത്തു വരുമെന്ന ഭയം കൊണ്ടാണോ? ഭക്തരുടെ വിശ്വാസത്തെ വിറ്റ് കാശാക്കാൻ കൂട്ടുനിന്നു എന്ന ആരോപണത്തിന് അദ്ദേഹം മറുപടി നൽകിയേ മതിയാകും. ഇവർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കുമ്പോൾ സർക്കാർ അഭിഭാഷകർ എത്രത്തോളം ശക്തമായി ഇതിനെ എതിർക്കുമെന്നത് കാണേണ്ട കാര്യമാണ്. സാധാരണഗതിയിൽ ഇത്തരം വൻകൊള്ളയിൽ അന്വേഷണം പൂർത്തിയാകാതെ മുൻകൂർ ജാമ്യം അനുവദിക്കാറില്ല. എന്നാൽ സർക്കാരും ദേവസ്വം ബോർഡും ഒത്തുകളിച്ചാൽ ഈ ഉന്നതർക്ക് ജാമ്യം കിട്ടുക എളുപ്പമാകും. കുറ്റപത്രം വൈകിക്കുന്നത് പോലെ തന്നെ ഈ ജാമ്യ നാടകങ്ങളും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ എന്ന് ജനങ്ങൾ സംശയിക്കുകയാണ്. നിങ്ങളൊന്ന് നോക്കൂ, പ്രതികൾ ജയിലിനുള്ളിൽ കിടന്ന് 90 ദിവസം തികയ്ക്കാൻ കാത്തിരിക്കുകയാണ് നമ്മുടെ അന്വേഷണ ഏജൻസികൾ. എന്താണെന്നല്ലേ, 90 ദിവസം കഴിഞ്ഞാൽ കുറ്റപത്രം ഇല്ലെങ്കിൽ പ്രതിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും. ഇത് നമ്മുടെ ഉദ്യോഗസ്ഥർക്ക് അറിയാത്തതല്ല, മറിച്ച് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അവർ നടപ്പിലാക്കുന്ന ഒന്നാന്തരം അട്ടിമറിയാണിത്. മുഖ്യമന്ത്രിയുടെ പോലീസും ദേവസ്വം ബോർഡും ഒത്തുചേർന്ന് നടത്തുന്ന ഈ നാടകം കാണാൻ ഭക്തർക്ക് ഇനിയും എത്ര കാലം യോഗമുണ്ടാവും? നിയമം അതിന്റെ വഴിക്ക് പോകുമെന്ന് അങ്ങ് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഈ കേസിൽ നിയമം പോകുന്നത് എങ്ങോട്ടാണ്? 115 ദിവസമായി അന്വേഷണം തുടങ്ങിയിട്ട് ഇതുവരെ എത്ര സ്വർണം പോയി എന്നോ അത് എവിടെയാണെന്നോ കണ്ടെത്താൻ പിണറായിയുടെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അറസ്റ്റിലായ 12 പ്രതികളിൽ 9 പേരും സർക്കാർ ശമ്പളം പറ്റുന്നവരാണ്. അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ സർക്കാരിന്റെ അനുമതി വേണം. ആ അനുമതി പത്രം എഴുതി കൊടുക്കാൻ ആഭ്യന്തര വകുപ്പിന് ഇത്ര താമസമാണോ? അതോ സ്വന്തം പാർട്ടിക്കാരെയും വേണ്ടപ്പെട്ടവരെയും ജയിലിൽ നിന്നിറക്കാൻ അങ്ങ് നേരിട്ട് ക്ലിയറൻസ് കൊടുക്കുകയാണോ? അഴിമതിക്കെതിരെ പോരാടുമെന്ന് പറയുന്ന ഇരട്ടച്ചങ്കൻ ശബരിമലയിലെ സ്വർണത്തിന്റെ കാര്യത്തിൽ എന്തിനാണ് ഇങ്ങനെ പതറുന്നത്? ഇത് ദേവസ്വം ബോർഡിന്റെ കാര്യം. പത്മകുമാറും എൻ വാസുവും ഒക്കെ ബോർഡ് ഭരിച്ചപ്പോൾ നടന്ന ഈ കൊള്ളയ്ക്ക് അവർക്ക് ഉത്തരവാദിത്തമില്ലേ? VSSC ശാസ്ത്രജ്ഞർ വരെ സ്വർണത്തിന്റെ അളവിൽ കുറവുണ്ടെന്ന് കണ്ടെത്തി കഴിഞ്ഞു. എന്നിട്ടും എല്ലാം ശുഭം എന്ന് പറയാൻ ബോർഡിന് എങ്ങനെ കഴിയുന്നു? ഇതൊരു സാധാരണ മോഷണമല്ല, ഇതൊരു വിശ്വാസ വഞ്ചനയാണ്. സർക്കാരും ദേവസ്വം ബോർഡും അന്വേഷണ സംഘവും ചേർന്നൊരുക്കുന്ന ഈ പുകമറയ്ക്കുള്ളിൽ സത്യം ശ്വാസം മുട്ടുകയാണ്. ഒരു വശത്ത് VSSC റിപ്പോർട്ടിനായുള്ള കാത്തിരിപ്പ് എന്ന നാടകം, മറുവശത്ത് പ്രതികൾക്ക് ജാമ്യം കിട്ടാനുള്ള സൗകര്യമൊരുക്കൽ. തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒക്കെ ബോർഡിലെ ഉന്നതർ വരെ ജാമ്യത്തിനായി കോടതിക്ക് മുന്നിൽ വരി നിൽക്കുമ്പോൾ ഒന്നോർക്കുക, നിങ്ങൾ മനുഷ്യന്റെ കോടതിയെ വെട്ടിച്ചേക്കാം, പക്ഷേ അയ്യപ്പന്റെ കോടതിയിൽ ഒരു ജാമ്യവും കിട്ടില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.